മൻമോഹൻ സിംഗ് എന്ന ആ വലിയ രാഷ്ട്രീയ നേതാവിനെ വാക്കുകൾ കൊണ്ട് ഓർത്തെടുക്കുമ്പോൾ രാഹുലിന്റെയും പ്രിയങ്കയുടെയും കണ്ണ് കലങ്ങിയിരുന്നു. ഒരു വിതുമ്പലോടെയല്ലാതെ മൻമോഹൻ സിംഗിനെ അവർക്ക് വിവരിക്കാൻ കഴിയുമായിരുന്നില്ല. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ തനിക്ക് വഴികാട്ടിയെ നഷ്ടമായെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിനയവും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണയും രാജ്യത്തിന് പ്രചോദനമായി. എനിക്കൊരു ഉപദേശകനെയും വഴികാട്ടിയെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ആരാധിച്ച ദശലക്ഷക്കണക്കിന് ആളുകൾ മൻമോഹൻ സിംഗിനെ അഭിമാനത്തോടെ ഓർക്കുമെന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. രാഷ്ട്രീയത്തിൽ മൻമോഹൻ സിംഗിനോളം ബഹുമാനിക്കപ്പെടുന്നവർ അപൂർവമാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ അനുസ്മരണം. അദ്ദേഹത്തിന്റെ സത്യസന്ധത എന്നും നമ്മെ പ്രചോദിപ്പിക്കും. രാഷ്ട്രീയ എതിരാളികളുടെ അന്യായമായ ആക്രമണങ്ങൾക്ക് വിധേയനായപ്പോഴും രാഷ്ട്രത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ അദ്ദേഹം ഉറച്ചുനിന്നു. രാഷ്ട്രീയത്തിന്റെ പരുക്കൻ ലോകത്ത് മാന്യനായ മനുഷ്യനായിരുന്നു അദ്ദേഹമെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. 1985 മുതൽ സാമ്പത്തികമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഉറപ്പിക്കുകയും ഭരണകാലയളവിൽ ഇന്ത്യൻ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടാതെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ഭരണാധികാരിയാണ് മൻമോഹൻ സിംഗ് എന്നായിരുന്നു മുൻ പ്രധാനമന്ത്രിയെ അനുസ്മരിച്ചുകൊണ്ട് KC വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്നത്തെ ഇന്ത്യ 1ഉം 2ഉം UPA സർക്കാരുകളുടെ കാലത്തും 33 വർഷത്തെ പൊതുപ്രവർത്തന ജീവിതത്തിലും മൻമോഹൻ സിംഗ് ഇന്ത്യക്കായി എന്ത് ചെയ്തെന്നതിന്റെ ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഇന്ത്യ. 1985 മുതൽ സാമ്പത്തികമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഉറപ്പിക്കുകയും ഭരണകാലയളവിൽ ഇന്ത്യൻ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടാതെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ഭരണാധികാരി മൻമോഹൻ സിംഗ് എന്നാൽ ഇന്ത്യക്ക് അങ്ങനെയാണ്. മൻമോഹൻ സിംഗിന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആയിരുന്നില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മൻമോഹൻ സിംഗിനെയായിരുന്നു ആവശ്യം. ധനമന്ത്രിയായിരുന്നപ്പോൾ താൻ തന്നെ തുടങ്ങിവെച്ച സാമ്പത്തിക നയങ്ങൾക്ക് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം തന്നെ വെള്ളവും വളവും നൽകിയപ്പോൾ ഇന്ത്യൻ വിപണിയുടെ ശക്തി ക്രമേണ കൂടുകയായിരുന്നു. തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും കുറയ്ക്കാൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജനാധിപത്യം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്ന വിവരാവകാശ നിയമം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 27% പിന്നോക്ക സംവരണം, കർഷകരുടെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കടങ്ങൾ എഴുതിത്തള്ളാനുള്ള നടപടികൾ, ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തുടങ്ങി രാജ്യത്തിന്റെ ആവശ്യമറിഞ്ഞുള്ള തീരുമാനങ്ങളായിരുന്നു മൻമോഹൻ സർക്കാരുകളുടേത്. മത്സരങ്ങളുടെ രാഷ്ട്രീയ കളത്തിലിറങ്ങി പൊരുതിയിട്ടില്ലെങ്കിലും അടിയുറച്ച രാഷ്ട്രീയ ബോധ്യമുള്ള വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നത് അവസാന കാലത്ത് പോലും രാജ്യം കണ്ടതാണ്. ഡൽഹിയുടെ അധികാരപരിധി കുറയ്ക്കുന്ന ബില്ല് ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രായത്തിന്റെ അവശതകൾ മറന്ന് പാർലമെന്റിലെത്തിയ അദ്ദേഹത്തിന്റെ ചിത്രം എന്തായിരുന്നു ആ മനുഷ്യനെന്ന് വരും തലമുറകളോട് സംവദിക്കും. മൻമോഹൻ സിംഗിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനെയും ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയെയും കരുതലുള്ള മനുഷ്യനെയും ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. 2ാം UPA സർക്കാരിന്റെ കാലത്ത് ആദ്യം ഊർജ സഹമന്ത്രിയായും പിന്നീട് വ്യോമയാന സഹമന്ത്രിയായും പ്രവർത്തിച്ചപ്പോൾ മന്ത്രിസഭയിലെ പുതുമുഖമെന്ന നിലയിൽ എനിക്ക് ലഭിച്ച പിന്തുണ മുന്നോട്ടുള്ള യാത്രയിൽ ഏറെ പ്രചോദനവും കരുത്തുമായിരുന്നു. അന്ന് ലഭിച്ച പരിഗണന മറക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല, സുനാമി കാലത്ത് കേരളത്തിലെത്തുകയും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അടിയന്തര സ്വഭാവത്തോടെ ഇടപെടുകയും ചെയ്ത അദ്ദേഹം നൽകിയ പിന്തുണ സമാനതകളില്ലാത്തതാണ്. ഞാൻ വ്യോമയാന സഹമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സക്രിയമായ ഇടപെടലുകൾ നടത്തുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഊർജ സഹമന്ത്രിയായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ശ്രദ്ധ ചെലുത്തി നൽകിയ കേന്ദ്ര വിഹിതത്തോളം കേരളത്തിന് പിൻകാലത്ത് മറ്റൊന്നും ലഭിച്ചിട്ടുമില്ല. കേരളത്തിന്റെ വികസനത്തിലുടനീളം അദ്ദേഹം നടത്തിയ ഇടപെടലുകളും ചെലുത്തിയ ശ്രദ്ധയും ഇന്നും ഓർക്കുന്നു. ഭരണഘടനാ പദവിയുടെ അന്തസ്സിന് ഹാനി വരുത്താതെ ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് തികഞ്ഞ ബോധ്യത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. പാർലമെന്റിനെ അദ്ദേഹം ഒരു കാലത്തും നിസ്സാരമായി കണ്ടിട്ടില്ല. സഭ നടക്കുമ്പോഴെല്ലാം അദ്ദേഹം ഡൽഹിയിലുണ്ടാകും, സഭയിൽ ഹാജരാകുമായിരുന്നു. പ്രതിപക്ഷത്തെ പരിഗണിക്കുകയും അവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുകയും തന്നെ പരിഹസിച്ചവരോട് വരെ മാന്യത വിടാതെ പ്രതികരിക്കുകയും ചെയ്തത് ജനാധിപത്യത്തിന്റെ കരുത്ത് പ്രതിപക്ഷമാണ് എന്ന രാഷ്ട്രീയ വിവേകം അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ്. ജനാധിപത്യം മാന്യന്മാരുടെ ഇടപാടാണെന്ന് പലരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും കൂടിയാണ് അദ്ദേഹം ഒരു വലിയ പാഠപുസ്തകം ഇവിടെ വരും തലമുറകൾക്കായി മലർക്കെ തുറന്നുവെച്ച് യാത്രയാകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജെന്റിൽമാന് ഏറ്റവും വേദനയോടെ വിട. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സമാനതകളില്ലാത്ത നഷ്ടത്തിന് മുന്നിൽ കൂപ്പുകൈകളോടെ പ്രണാമം എന്നാണ് KC എക്സിൽ കുറിച്ചത്.
രാജ്യത്തിന്റെ 13ാമത്തെയും 14ാമത്തെയും പ്രധാനമന്ത്രി എന്നതിനോടൊപ്പം ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ ഉടച്ചുവാർത്ത ധനമന്ത്രി എന്ന നിലയിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അതേസമയം AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൻമോഹൻ സിംഗിന്റെ നിര്യാണം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ന് നടത്താനിരുന്ന ഔദ്യോഗിക പരിപാടികൾ എല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്.